ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമിഴിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. അത്ഭുതങ്ങളും അടയാളങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. പലപ്പോഴും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിക്കുന്നതല്ലേ? ഇങ്ങനെ വരദാനങ്ങളിലൂടെ ദൈവം മനുഷ്യനെ ശക്തനാക്കുകയും മനുഷ്യജീവിതത്തിന്റെ പ്രതിസന്ധികളെ പരിഹരിക്കാൻ അവനെ സഹായിക്കുകയും ചെയ്യുന്നത് മോശമാണോ? നമ്മളിങ്ങനെയുള്ളവയൊക്കെ എതിർക്കുന്നത് ശരിയാണോ? മനുഷ്യൻ ദൈവത്തെ ആശ്രയിക്കുന്നത് ഒരു ആശ്വാസം ലഭിക്കാനും ദൈവിക സഹായം അനുഭവിക്കാനും വേണ്ടിയല്ലേ? അപ്പോൾ ഇവർക്ക് വേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ വരദാനങ്ങൾ എന്തിനാണ് നൽകിയത്? ഇത്തരം സംശയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം കാണുന്നതെന്ന് നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. പ്രധാനമായും 3 ഭാഗങ്ങളിലായി നമുക്കത് കാണാം. ഒന്ന്, യേശുവിന് മുൻപ് പ്രതീകങ്ങളിൽ പഴയ നിയമകാലത്തുണ്ടായിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. മോശയുടെ കാലം മുതൽ നിരവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ദൈവജനത്തെ രക്ഷിക്കാൻ വേണ്ടി ഫറവോയുടെ മുൻപിൽ മോശ നടത്തുന്ന അത്ഭുതങ്ങൾ, മോശയുടെ കരം വഴി ദൈവം പ്രവർത്തിക്കുന്ന മഹാത്ഭുതങ്ങൾ നാം വായിച്ച് കേട്ടിട്ടുണ്ട്. പിന്നെ പ്രവാചകന്മാരുടെ ഏലിയായിലൂടെയൊക്കെ അത്ഭുതങ്ങൾ. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പഴയ നിയമത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് ദൈവം കൂടെ ഉണ്ടെന്ന ബോധ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ പാപം ചെയ്തതിനു ശേഷം അവനുണ്ടായ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു മുറിവ് താങ്കൾ കൈവിടപ്പെട്ടു എന്നുള്ളതാണ്. ദൈവത്താൽ കൈവിടപ്പെട്ട ഒരാൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനാകരമായ ഒരു കാര്യം ദൈവം കൈവിട്ടു എന്ന ബോധ്യമാണ്. നിരാശയിലേക്ക് നിബന്ധിക്കുന്നതിന് കാരണമാകുന്നതാണ്. നമുക്ക് കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്, ദൈവം നമ്മെ സഹായിക്കും, നാം ദൈവത്തിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവുമായി നമുക്ക് ഗാഢമായ ബന്ധമുണ്ട്, ദൈവം നമ്മെ തള്ളിക്കളയില്ല എന്നൊരു ബോധ്യം നമുക്ക് പലപ്പോഴും ഇല്ല. യേശുക്രിസ്തുവിൽ ഇങ്ങനെ തള്ളിക്കളയപ്പെടുന്നവരില്ല, എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ദൈവമാണെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ പഴയ നിയമകാലത്ത് ഇത്തരമൊരു ബോധ്യമില്ല. തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കുന്ന, അവന്റെ അഭിവൃദ്ധിയെ തടയുന്ന, ശാപങ്ങൾ അവന്റെ മേൽ അയക്കുന്ന ഒരാളായിട്ടാണ് ദൈവം ചിത്രീകരിക്കപ്പെട്ടത്. നിയമം നൽകപ്പെടുകയും ആ നിയമാനുസൃതം ജീവിക്കാൻ മനുഷ്യന് കടപ്പാടുണ്ട് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം യഹൂദ സമൂഹത്തിൽ വളർന്നു വന്ന ഏറ്റവും പ്രതികൂലമായൊരു ചിന്ത ശിക്ഷകനായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. തെറ്റ് ചെയ്താൽ അവനെ നശിപ്പിച്ചു കളയുന്ന സംഹാരമൂർത്തിയായ ഒരാളായിട്ടാണ് ദൈവം പലപ്പോഴും പരിഗണിക്കപ്പെട്ടത്. കൽപ്പനകൾ നൽകിയത് സ്നേഹത്തിൽ വളരാൻ വേണ്ടിയാണ്. ദൈവത്തോടും മനുഷ്യനോടുള്ള സ്നേഹത്തിൽ വളരുകയാണ് കൽപ്പനകളുടെ അടിസ്ഥാന തത്വം. ആ അടിസ്ഥാന തത്വം മറന്നുകൊണ്ട് ശിക്ഷിക്കുന്ന ഒരാളായി ദൈവത്തെ കാണുകയും നിരന്തരമായി ദൈവത്തെ അപ്രകാരത്തിൽ ഭീതിതനായ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് പഴയ നിയമത്തിലുള്ളത്. ആ പഴയ നിയമ ജനതയോട് കാരുണ്യം കാണിക്കുന്ന, അവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന, അത്ഭുതങ്ങളിലും അടയാളങ്ങളിലൂടെയും കൂടെ ഉണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് പഴയ നിയമ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ പറ്റുക. അത് ഏലിയായും ഏലീഷായും ഒക്കെ ചെയ്യുന്ന അത്ഭുതങ്ങളായാലും, മോശയുടെ കാലത്ത് ആകാശത്ത് നിന്ന് മന്ന വർഷിക്കുന്നതായാലും, അതിലെല്ലാം വെളിപ്പെടുന്നത് ഇപ്രകാരം നിന്നെ കൈവിടാത്തൊരു ദൈവമുണ്ട്, മേഘത്തണലായി കൂടെയുണ്ട്, അഗ്നിസ്തംഭമായി നിന്നെ വഴി നടത്താൻ കൂടെയുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. മനുഷ്യൻ കൈവിടപ്പെട്ട ഒരാളല്ലെന്നും ദൈവത്താൽ നിരന്തരമായി പരിപാലിക്കപ്പെടുന്ന ഒരാളാണെന്നും ബോധ്യപ്പെടുത്താൻ അത്ഭുതകരങ്ങളായ അടയാളങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഏലിയാക്ക് അപ്പം കൊടുക്കുന്നതും, സറഫ്തായിലെ വിധവയ്ക്ക് മകനെ പുനർജീവിപ്പിച്ച് കിട്ടുന്നതും എല്ലാം പഴയ നിയമകാലത്തുണ്ടായ അത്ഭുതങ്ങൾ. നാമാന്റെ കുഷ്ഠം മാറുന്നത്, ഇതൊക്കെ അടയാളമായിട്ടാണ്. ഈ അടയാളങ്ങളിലൂടെയൊക്കെ ദൈവം പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഇതാണ്: നിന്നെ ഞാൻ കൈവിട്ടിട്ടില്ല എന്നാണ്. അതാണ് പഴയ നിയമത്തിലെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു പശ്ചാത്തലം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നു. കുഷ്ഠരോഗം സൗഖ്യപ്പെടുത്തുന്നു. അത് നാമാന് സംഭവിച്ചതുപോലെയല്ല. നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ കുഷ്ഠം മാറുന്നു. അത്ഭുതകരമായ സൗഖ്യം യേശുവിലൂടെ ഈ ലോകം അനുഭവിക്കുന്നു. വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്ന ഏലിയായ്ക്ക് പകരം മരിച്ചവനെ കുഴിമാടത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നവനായി ക്രിസ്തു വരുന്നു. അടയാളപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൽ നിന്നെ ഇങ്ങനെ പരിപാലിച്ച, നിന്റെ കൂടെ നടന്ന പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ട അതേ ദൈവം തന്നെയാണ് ഞാൻ എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി അന്ധനെ സുഖപ്പെടുത്തുകയും ബധിരന് സൗഖ്യം കൊടുക്കുകയും പൈശാചിക ബാധയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുക ചെയ്യുന്നവനായി ക്രിസ്തു വരുന്നു.
അപ്പൊ യേശുവിന്റെ കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് കേവലം ഒരു കാരുണ്യപ്രവൃത്തി എന്ന നിലയിലല്ല, അല്ലെങ്കിൽ മനുഷ്യന് ആവശ്യം നിറവേറ്റാനായിട്ട് വിളിച്ചപേക്ഷിക്കുന്നതിന് കൊടുക്കുന്നവരായിട്ടല്ല, യേശുവിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തെ അനുഭവപ്പെടുത്താൻ വേണ്ടിയാണ്. താൻ തന്നെയാണ് ദൈവം, താൻ കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ. യേശുവിന്റെ ഈ പ്രവൃത്തികളൊക്കെ, കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുന്നതായാലും 5,000 പേർക്കായി വീതിക്കുന്നതായാലും ഒക്കെ പരിപൂർണതയാകുന്ന തന്റെ ബലിയർപ്പണത്തിന്റെ മുന്നോടിയായി ക്രിസ്തു വെളിപ്പെടുത്തുന്നത് ഇപ്രകാരം നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുന്നൊരുവനാണ്, ജീവന്റെ അപ്പമാണ് ഞാൻ എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. 5,000 പേർക്കായി വീതിച്ചു കൊടുത്തു കഴിയുമ്പോൾ യേശുവിനെ ജനം പിന്തുടരുന്നത് രാജാവാക്കാൻ വേണ്ടിയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഭക്ഷണം ലഭിക്കുന്നതാണ് പ്രധാനം. യേശു പറയുന്നു, ഈ താൽക്കാലികമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണം. അതുകൊണ്ട് ഞാനാണ് ജീവന്റെ അപ്പം. യോഹന്നാൻ 6:48 പറയുന്നുണ്ട്, ഞാനാണ് ജീവന്റെ അപ്പം, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം. അങ്ങനെ താൻ തന്നെയാണ് മനുഷ്യന് തൃപ്തി നൽകുന്നതെന്നും അവന് ജീവൻ നൽകുന്നതെന്നും, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തു തന്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ പരിപാലകനാണ്, നിങ്ങളുടെ ശരീരത്തിലെ വിമോചകനാണ്, പാപവിമോചകനാണ്, എല്ലാ തിന്മയിലും നിങ്ങളെ മോചിപ്പിക്കുന്നവനാണ്, ഞാനാണ് ദൈവം, ഞാൻ നിങ്ങളുടെ കൂടെ. അതുകൊണ്ടാണ് എമ്മാനുവൽ എന്ന വാക്ക് യേശുവിൽ പ്രാവർത്തികമാകുന്നത്, പ്രക്രിയാപരമായ ഒന്നായിട്ട് മാറുന്നത്. ദൈവം മനുഷ്യനോട് കൂടെ, ദൈവത്തിന്റെ കൂടാരം മനുഷ്യനോട് കൂടെ. അങ്ങനെ നമ്മോട് കൂടെ വസിക്കുന്നവനാണ് ദൈവമെന്നും മനുഷ്യത്വത്തിനകത്ത് അവന് വസിക്കാൻ കഴിയുമെന്നും പഠിപ്പിക്കുന്നത് ദൈവാത്മാവിനെ നമുക്ക് നൽകി നമ്മെ ദൈവങ്ങളാക്കി മാറ്റാൻ വേണ്ടിയാണ്, മാനുഷികത പരിമിതികളിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് യേശുവിന്റെ കാലത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. യേശു അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ആദ്യ കൺവെൻഷൻ നടത്തിയത് യേശുവാണ്, രോഗശാന്തി ശുശ്രൂഷ നടത്തിയത് യേശുവാണ് എന്നൊക്കെ പറയുന്നത് ഈ സംഭവങ്ങളുടെ ബാഹ്യതലത്തെ മാത്രം കണ്ടുകൊണ്ട് സംസാരിക്കുകയാണ്. അവരുടെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. കാനായിലെ കല്യാണ വിരുന്നിന് വെള്ളം വീഞ്ഞാക്കുന്നവൻ വീഞ്ഞിനെ തന്റെ രക്തമാക്കി പകർത്തുന്നുണ്ട്, ആ രക്തം കാൽവരിയിൽ ചിന്തുന്നുണ്ട് എന്നതിലൂടെയാണ് പൂർത്തീകരിക്കുന്നത്. എല്ലാം അടയാളങ്ങളാണ്. അത്ഭുതങ്ങളൊന്നും കേവലാത്ഭുതങ്ങളല്ല, അടയാളങ്ങളാണ്. രോഗശാന്തികളൊന്നും യേശു നൽകിയത് കേവല രോഗശാന്തിയായിട്ടല്ല, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യരാക്കപ്പെടുന്നുവെന്ന് 1 പത്രോസ് 2:24 പൂർത്തീകരണമാണ് താനെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ നിങ്ങളുടെ മുറിവുകൾ ഏറ്റെടുക്കാനും നിങ്ങളെ സുഖപ്പെടുത്താനും വേണ്ടി സ്വയം ജീവനർപ്പിക്കുന്നവനാണ്, സ്നേഹിതർക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് വെളിപ്പെടുത്താൻ, ദൈവമാണ് താനെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. കടലിന്റെ മീതെ നടക്കുന്നതും അന്ധന് കാഴ്ച നൽകുന്നതും അപ്പം വർദ്ധിപ്പിക്കുന്നതും മരിച്ചവനെ കുഴിമാടത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതും ക്രിസ്തു പ്രവർത്തിക്കുന്ന ഈ അടയാളങ്ങളിലൂടെയൊക്കെ ദൈവത്തെ കൂടെ വസിക്കുന്ന ഒരുവനായി, പ്രക്രിയാപരമായി ഇടപെടുന്ന ഒരുവനായി, മനുഷ്യത്വത്തിനകത്ത് തന്നെയുള്ള ഒരുവനായി വെളിപ്പെടുത്തുകയാണ്. ആ വെളിപ്പെടുത്തലിന്റെ പൂർത്തീകരണമാണ് ക്രിസ്തു കുരിശിൽ സ്വയം അർപ്പിക്കുന്നതിലൂടെ വിമോചന മൂല്യമാണ് തന്റെ അർപ്പണമെന്ന് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് യേശുവിന്റെ കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പ്രതീകമായിട്ടല്ല, അടയാളമായിട്ടാണ്. പഴയ നിയമത്തിൽ പ്രതീകമായിട്ടാണ്, പുതിയ നിയമത്തിൽ അടയാളമായിട്ടാണ്. ആ അടയാളങ്ങൾ ഓരോന്നും വെളിപ്പെടുത്തുന്നത് യേശു സമഗ്ര വിമോചകൻ എന്ന കാര്യമാണ്. യേശു സമഗ്ര വിമോചകൻ, എമ്മാനുവൽ, നിങ്ങളോട് കൂടെയുള്ള ദൈവം. അങ്ങനെ നിങ്ങളോട് കൂടെയുള്ള ദൈവമാണ് ഞാനെന്നും മനുഷ്യത്വത്തിനകത്താണ് താൻ പ്രവർത്തിക്കുന്നതെന്നും ദൈവപുത്രനായ യേശു നിരന്തരം പറയുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. മനുഷ്യപുത്രൻ എന്ന് പറയുന്നതിലൂടെ നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുന്നവരും നിങ്ങളെ ഉദ്ധിതരാക്കുന്നവരും ഞാനാണ് എന്ന് ക്രിസ്തു വെളിപ്പെടുത്തുക. അതുകൊണ്ട് യേശുവിന്റെ കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളെയും കേവലം കാരുണ്യപ്രവൃത്തിയായിട്ടോ അത്ഭുതങ്ങളായിട്ടോ അല്ല കണ്ടത്, അടയാളങ്ങളായിട്ടാണ്. മരിച്ചവനെ ഉയർപ്പിക്കുന്നത് എനിക്ക് ഉയർക്കാൻ കഴിയുമെന്ന് വെളിപ്പെടുത്തലാണ്. മരിച്ചവനെ ഉയർപ്പിക്കുന്ന ഒരുവന് മരണമില്ല, അവൻ മരണത്തെ അതിജീവിക്കും. അത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പൊ ഇതിങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഈ യേശു ചെയ്ത പ്രവൃത്തികളൊക്കെയാണ് ഇപ്പോഴും നടക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രവൃത്തികളുടെ ഒരു പുനരവതരണമായിട്ടോ തുടർച്ചയായിട്ടോ ഒക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ബോധ്യപ്പെടാൻ ശ്രമിക്കും, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ക്രിസ്തുവിന്റെ അടയാളമെന്ന് തെറ്റിദ്ധരിക്കും, രോഗശാന്തിയാണ് അടയാളമെന്ന് തെറ്റിദ്ധരിക്കും. യേശുവിന്റെ അടയാളം രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരുന്നത് യേശുവിന്റെ കുരിശുമരണത്തിന് മുൻപാണ്. കുരിശുമരണത്തിലൂടെ യേശു സ്വയം സമർപ്പിക്കുകയും മനുഷ്യവിമോചനം സാധ്യമാക്കുകയും ചെയ്തു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും, അവിടുന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരുന്നു, വചനം പ്രഘോഷിച്ചവരുടെ കൂടെ നടന്ന് അവൻ വചനത്തെ സ്ഥിരീകരിച്ചു. ഇത് 3-ാം ഘട്ടമാണ്. അങ്ങനെ 3-ാം ഘട്ടത്തിൽ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ശിഷ്യ സമൂഹത്തിലൂടെ
യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് വചനം സ്ഥിരീകരിക്കാനാണ്. വചനം എവിടെയാണ് പ്രഘോഷിക്കപ്പെടുന്നത്? വചനം പ്രഘോഷിക്കപ്പെടുന്നത് വചനം അറിയാത്തവരുടെ മധ്യയാണ്. വചനം അറിയാത്തവരുടെ മധ്യേ, വചനത്തെ സ്വീകരിക്കാത്തവരുടെ മധ്യേ വചനം പറയുമ്പോൾ ആ വചനം വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ ആ വചനത്തോടൊപ്പം പ്രവർത്തികൾ വേണം. യേശു തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും, ഞാൻ പറയുന്നവയിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന പ്രവർത്തികളിൽ വിശ്വസിക്കുവിൻ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്നതാണ്, അന്ധന് കാഴ്ച കൊടുക്കുന്നതാണ്, ഇങ്ങനെ നന്മ ചെയ്യുന്നതാണ്. ഈ പ്രവൃത്തി ചെയ്യാൻ ദൈവത്തിനല്ലേ കഴിയൂ. അതുകൊണ്ടാണ് സാബത്ത് ദിവസമൊക്കെ യേശു സൗഖ്യം കൊടുക്കുന്നത്. സാബത്തിന്റെ അന്ന് ദൈവത്തിന്റെ ദിവസമാണ്. അപ്പൊ പ്രവർത്തിക്കുന്നത് ദൈവമാണെന്ന് പറയാൻ വേണ്ടിയാണ്. അങ്ങനെ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് ഈ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ്. ആ സ്ഥിരീകരണം സുവിശേഷ പ്രഘോഷണത്തിൽ ശിഷ്യന്മാർ വചനം പ്രഘോഷിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിലൂടെ ശിഷ്യ സമൂഹത്തിന്റെ കൂടെയുള്ളത്, അല്ലെങ്കിൽ അവരിലൂടെ പ്രവർത്തിക്കുന്നത് യേശുവാണ് എന്ന് വെളിപ്പെടുത്തി. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമ്പോൾ, വിശുദ്ധ പത്രോസ് മരിച്ചവരെ ഉയർപ്പിക്കുമ്പോഴും തടവറയിൽ അത്ഭുതം സംഭവിക്കുമ്പോഴും ഒക്കെ ഈ ദൈവിക സഹവാസം, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രവർത്തനം എന്ന നിലയ്ക്ക് സുവിശേഷത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായത്. അപ്പോൾ സുവിശേഷത്തെ പ്രതി, സുവിശേഷ വചനത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടി ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു എന്നത് ഒരു കേവലമായ സങ്കല്പമല്ല, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നാം ആലോചിക്കേണ്ട ഒരു കാര്യം, വചനം അറിയാത്തവർക്ക് അല്ലെങ്കിൽ വചനത്തെ സ്വീകരിക്കാൻ കഴിയാത്തവർക്ക് വചനത്തിൽ സ്ഥിരീകരണം ഉണ്ടാകാൻ വേണ്ടിയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. വചനം അറിയുകയും വചനത്തിൽ വിശ്വസിക്കുകയും വചനത്തിനനുസൃതമായി ജീവിക്കാൻ തീരുമാനമെടുത്ത് ജ്ഞാനത്തിൽ സ്നാനപ്പെടുകയും ചെയ്ത, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം ചെയ്യപ്പെട്ട ഒരു സമൂഹത്തിനകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രയോഗിച്ച് വീണ്ടും വചനത്തെ സ്വീകരിക്കേണ്ടതുണ്ടോ, വചനത്തെ സ്ഥിരീകരിക്കേണ്ടതുണ്ടോ? യേശുക്രിസ്തുവിനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞാണ് നാം ഓരോരുത്തരും സഭയിൽ അംഗമാകുന്നത്. യേശുവിന്റെ വചനത്തെ സ്വീകരിച്ചുകൊണ്ടാണ്, യേശുവാകുന്ന വചനത്തെ സ്വീകരിച്ചുകൊണ്ടാണ്. അങ്ങനെ യേശുവാകുന്ന വചനത്തെ സ്വീകരിക്കുകയും അതിൽ വിശ്വസിക്കുകയും യേശുവിൽ ജീവിക്കുകയും ചെയ്യുന്ന സഭാസമൂഹത്തിനകത്ത് യേശു വീണ്ടും വചനം പറഞ്ഞ് അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ടോ? അത്ഭുതങ്ങളും അടയാളങ്ങളും വചനപ്രഘോഷണ വേദിയിൽ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷേ പരസ്യമായി ഈ ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷയാകട്ടെ, അത്ഭുത പ്രവർത്തന ശുശ്രൂഷകളാകട്ടെ, എവിടെ നിന്നാണ് ആവിർഭവിക്കുന്നത്? അത് കത്തോലിക്ക സഭയിൽ നിന്നല്ല. കത്തോലിക്ക സഭയിൽ വിശ്വാസ സമൂഹത്തിനകത്ത് ദൈവം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, വിശുദ്ധരിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, പരിശുദ്ധമ്മയിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. വചനത്തെ സ്ഥിരീകരിക്കാൻ കൂടുതൽ ബലപ്പെടുത്താനുള്ള അടയാളങ്ങൾ നൽകി പലപ്പോഴും സഭയെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. അതൊന്നും ഇല്ലെന്നല്ല പറയണേ. പക്ഷേ പരസ്യമായി കൺവെൻഷനുകൾ നടത്തി, രോഗശാന്തി ശുശ്രൂഷ നടത്തി, ഇങ്ങനെ സൗഖ്യം നൽകുന്ന ഒരു ഏർപ്പാട് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? അത് കത്തോലിക്ക സഭയിൽ നിന്നല്ല. അങ്ങനെ ആളെ വിളിച്ചു കൂട്ടി സൗഖ്യം നൽകുന്നൊരു പ്രവൃത്തി നൽകുകയല്ല കത്തോലിക്ക സഭയുടെ ധ്യാനമാർഗം. നമുക്ക് പണ്ടൊക്കെ നമ്മുടെ ഇടവകളിൽ ധ്യാനം നടത്തിയിരുന്നു, വാർഷിക ധ്യാനങ്ങൾ നടത്തിയിരുന്നു. കപ്പൂച്ചന്മാരും കർമ്മലീത്തക്കാരും ഒക്കെയാണ് ധ്യാനം നടത്തിയിരുന്നത്. മരണം, വിധി, സ്വർഗം, നരകം എന്നീ വിഷയങ്ങളെക്കുറിച്ചായിരുന്നു ധ്യാനം. മിസ്റ്റർ വിൻസെന്റ് ഫെററിനെ നിങ്ങൾ അറിയൂ? വിധിയുടെ മാലാഖ എന്ന് വിളിക്കപ്പെടുന്ന മിസ്റ്റർ വിൻസെന്റ് ഫെറർ വചനം പ്രഘോഷിച്ചത് ഇങ്ങനെയാണ്: മരണം, വിധി, സ്വർഗം, നരകം. അങ്ങനെ വചനപ്രഘോഷകരുടെ മധ്യസ്ഥനാണ്. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം നമുക്ക് ഈ ശരിയായ ദിശയിലുള്ള സുവിശേഷ പ്രഘോഷണത്തിന് ഉപകാരപ്പെടും. അവിടെ നമ്മൾ കാണേണ്ടത് സഭയിൽ ധ്യാനമാർഗങ്ങൾ ഉണ്ടായിരുന്നത് നവീകരണ മാർഗമായിട്ടാണ്, അഥവാ ഒരു പുനർസുവിശേഷവൽക്കരണമായിട്ടാണ്. നിങ്ങൾ അറിഞ്ഞ് സ്വീകരിച്ച വചനത്തെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ കൂടുതൽ തുറവിയോടെ സ്വീകരിക്കാൻ ഇടയാകും വിധം, ജീവിതത്തെ പരിശോധിക്കാൻ ഇടയാകും വിധം മനസ്സിലാക്കാനും തിരിച്ചറിയാനും വേണ്ടിയുള്ളവയാണ് ധ്യാനങ്ങളായി നമ്മുടെ സഭയിൽ നടന്നിരുന്നത്. നടക്കുന്ന കരസ്മാറ്റിക് ധ്യാനങ്ങളും പ്രഘോഷങ്ങളെയൊക്കെ തള്ളിക്കളയണമെന്ന അർത്ഥത്തിലല്ല ഈ പറയുന്നത്. നമ്മൾ ചെയ്യുന്നതിനകത്തെ ലക്ഷ്യം എന്താണെന്നും ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്നും തിരിച്ചറിയാതെ പോകുമ്പോഴാണ് കേവല അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതാണ് വിശ്വാസത്തിന്റെ മഹനീയതയെന്നും വിശ്വാസ സാക്ഷ്യത്തിന്റെ കാരണം അതാണെന്നും ഒക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാനിടയാവും. അങ്ങനെയാണ് പന്തക്കോസ്ത പാസ്റ്റർമാർ നമ്മുടെ പ്രഘോഷണ വേദികളിൽ കയറി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി ശുശ്രൂഷയും നടത്തി ആള് കളിക്കാൻ അവസരം ഉണ്ടാകുന്നത്.
വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യസാധ്യ പ്രാർത്ഥന എന്നതും കാര്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീർത്ഥാടനങ്ങൾ എന്നതും യഥാർത്ഥത്തിൽ സഭയ്ക്കകത്തേക്ക് പടർന്നു കയറിയ ഒരു അന്ധവിശ്വാസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പ്രാർത്ഥിക്കുന്ന കുറെ ആളുകളെ മാത്രം രക്ഷിക്കുന്നവനാണ് ദൈവം. 800 കോടി മനുഷ്യരെയും രക്ഷിക്കുന്നവനാണ്. 800 കോടി മനുഷ്യരുടെയും രോഗങ്ങൾക്ക് സൗഖ്യം നൽകാൻ വേണ്ടി വിവിധ രീതികളിൽ പ്രവർത്തിക്കുന്നവനാണ് ദൈവം. കത്തോലിക്ക സഭ ഈ പ്രാർത്ഥനാ സമൂഹങ്ങൾക്കകത്ത് നടക്കുന്ന രോഗശാന്തി ശുശ്രൂഷകളിലൂടെയല്ല രോഗികളെ ശുശ്രൂഷിച്ചിട്ടുള്ളത്. ആദ്യകാലം മുതൽ രോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പ്രേക്ഷിതരുണ്ടായിരുന്നു. അവർ ചികിത്സാവിധികൾ പഠിച്ച് ചികിത്സിച്ചിരുന്നു. ഡോക്ടർമാരുണ്ടായിരുന്നു, നഴ്സുമാരുണ്ടായിരുന്നു, ചെറിയ ചെറിയ ക്ലിനിക്കുകളൊക്കെ തുടങ്ങി. ഇന്നത് ഹൈടെക് ആയിട്ട് മാറി. ഇന്ന് കാശുണ്ടാക്കാനുള്ള ഉപാധികളായിട്ട് സഭയുടെ സ്ഥാപനങ്ങൾ മാറിത്തീരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായമില്ല. നമുക്കറിയാലോ, ഒരു ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാമം വെച്ച് എത്ര രൂപയാണ് നമുക്ക് ഈ സ്ഥാപനങ്ങളിൽ കൊടുക്കേണ്ടി വരുന്നത്. പലരുടെയും ശ്വാസം മുട്ടലാണ് ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ അടിക്കല്ലായിട്ട് മാറുന്നത്. വാസ്തവത്തിൽ ലോകത്തെ ശുശ്രൂഷിക്കാനാണ് എന്ന് പറയുന്ന നമ്മുടെ സ്വഭാവത്തിന് ഇണങ്ങുന്നതല്ലത്. കാരണം ഇത് സേവനമാണ്, ശുശ്രൂഷയല്ല. കത്തോലിക്ക സഭ അങ്ങനെ നിരവധി സേവനങ്ങൾ നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുര കേന്ദ്രങ്ങൾ ഒക്കെ നടത്തുന്നുണ്ട്. അതൊന്നും ശുശ്രൂഷയല്ല, അതൊക്കെ സേവനങ്ങളാണ്. ശുശ്രൂഷ എന്ന് വെച്ചാൽ പ്രതിഫലേച്ഛയില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്, സൗജന്യമായി കൊടുക്കാൻ കഴിയുന്നതാണ്. ഞാൻ ക്രിസ്തുവിന്റെ പാദത്തെ ശുശ്രൂഷിക്കുന്നു എന്ന ഭാവത്തോടെ ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നിങ്ങളുടെ അന്ധകരണങ്ങളെ അതിന് നിർജീവ പ്രവൃത്തിയിൽ നിന്ന് എത്ര അധികമായി വിശുദ്ധീകരിക്കില്ല. ഹെബ്രായർ 9:14. ജീവിക്കുന്ന ദൈവം ആരാണ്? ഓരോ മനുഷ്യനുമാണ്. ഈ മനുഷ്യനെ, ഈ പ്രപഞ്ചത്തെ ശുശ്രൂഷിക്കുക എന്ന ദൗത്യമാണ് നമുക്കുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ആതുരാലയങ്ങളൊന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതൊരു ബിസിനസ്സാണ്. അങ്ങനെ ഒരു സാമ്പത്തിക ശക്തിയായി ഉയരുന്നതിന്റെ അടയാളങ്ങൾ, അപജയങ്ങൾ, അപകടങ്ങൾ ഒക്കെ സഭയ്ക്കകത്ത് നമുക്കൊന്ന് കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് സഭ ഈ ആതുരാലയങ്ങൾ തുടങ്ങിയത്? രോഗികളെ ശുശ്രൂഷിക്കുക എന്നതിന് രോഗശാന്തി ശുശ്രൂഷ എന്നല്ല അർത്ഥം. രോഗികൾക്ക് വിമോചന മാർഗവും ആശ്വാസവുമായി മാറാവുന്ന നമ്മുടെ മാനുഷികതയിൽ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവുകളെയും ഉപകരിക്കണം. അപ്പൊ അതുകൊണ്ട് സഭയ്ക്കകത്ത് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന ധ്യാനങ്ങളെന്നോ, കടബാധ്യത മാറ്റുന്ന ധ്യാനങ്ങളെന്നോ, ശാപം മാറ്റുന്ന ധ്യാനങ്ങളെന്നോ ഒക്കെ പറഞ്ഞുണ്ടാകുന്ന ഈ ധ്യാന ശുശ്രൂഷകളുടെ തുടക്കം കത്തോലിക്ക സഭയുടെ പ്രബോധനപരമായ മേഖലയിൽ നിന്നല്ല. സഭയിൽ പുനർസവിശേഷവൽക്കരണമുള്ളത് നാം അറിഞ്ഞ ക്രിസ്തുവിനെ പ്രയോഗിക്കുന്നതിൽ നമുക്കുണ്ടാകുന്ന പിഴവ് തിരുത്താൻ വേണ്ടി കൂടുതൽ വെളിച്ചമുണ്ടാകാൻ വേണ്ടിയുള്ള പ്രഘോഷണമാണ്. പുറമേയുള്ളത് ശക്തിയുടെ സുവിശേഷമാണ്. അവിടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടായിത്തീരും. എനിക്കറിയാവുന്ന ഒരു പുരോഹിതൻ ബോംബെയിലായിരിക്കുമ്പോൾ ഭയങ്കര അത്ഭുത പ്രവർത്തകനായിരുന്നു. മനസ്സ് ഗ്രഹിക്കാനുള്ള ശേഷി, അത്ഭുതങ്ങൾ ചെയ്യുന്ന ശേഷി ഒക്കെ ഉണ്ടായിരുന്ന ഒരു പുരോഹിതൻ. കേരളത്തിൽ വന്നപ്പോൾ അത്രയും പ്രചാരം അദ്ദേഹത്തിനില്ല. കാരണം കേരളത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോടാ? വിശ്വാസികളോടാ. യേശുക്രിസ്തുവിനെ അറിയാത്ത ഒരാളോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയും യേശു ദൈവമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അയാൾക്കത് സ്വീകരിക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെ കഴിയാതെ വരുന്ന സമയത്ത് ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു. ആ അത്ഭുതം ഒരു അടയാളമായിട്ട് മാറുന്നു. ആ അടയാളം വഴി അയാൾ വിശ്വസിക്കാൻ ഇടയാവുന്നു. അവിടെയാണ് വചന സ്ഥിരീകരണം ഉണ്ടാകുന്നത്. വിശ്വാസിയുടെ ഇടയ്ക്ക് ഒരു വചന സ്ഥിരീകരണത്തിന്റെ ആവശ്യമല്ലുള്ളത്, വചനത്തിലൂടെ ഒരു നവീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ട ആവശ്യമുള്ളത്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളെയും കുറിച്ച് പറയുമ്പോൾ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് വിശ്വാസത്തിന്റെ അടയാളങ്ങൾ എന്ന തെറ്റിദ്ധാരണ വേണ്ട. വിശ്വാസത്തിന്റെ അടയാളങ്ങൾ കൂദാശകളാണ്. 7 കൂദാശകൾ. 7 കൂദാശകളാണ് വിശ്വാസത്തിന്റെ അടയാളം. കാണപ്പെടാത്ത ദൈവകൃപയുടെ കാണപ്പെടുന്ന അടയാളങ്ങൾ. ഈ അടയാളങ്ങളിലാണ് നമുക്ക് ബോധ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലാത്തൊരു സമൂഹത്തിനകത്ത് പരിശുദ്ധ കുർബാനയിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ സ്വാഭാവികമായി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അടയാളങ്ങൾ എപ്പോഴും നൽകപ്പെടുന്നത് ആർക്കാ? അടയാളങ്ങൾ നൽകപ്പെടുന്നത് വിശ്വാസമില്ലാത്തവർക്കാണ്. ഈശോയുടെ അടയാളങ്ങൾ ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, യോനയുടെ അടയാളമല്ലാതെ നിങ്ങൾക്കൊന്നും നൽകപ്പെടുകയില്ല. എന്താണ് യോനയുടെ അടയാളം? 3 നാൾ മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്നു. ആ അടയാളം യേശുക്രിസ്തുവിൽ നിറവേറി. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ അടയാളം നൽകില്ല. എന്നിട്ട് പറയുന്നുണ്ട്, വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറ അടയാളങ്ങൾ അന്വേഷിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നാം അടയാളങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ 7 കൂദാശകൾക്കുപരിയായി ഒരടയാളത്തിലൂടെ വേണം എനിക്ക് വിശ്വസിക്കാനെന്ന് ശഠിക്കുന്നുവെങ്കിൽ, അങ്ങനെ അത്ഭുതം പ്രവർത്തിച്ചാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയായിട്ട് മാറും. ഹെറോദസ് എങ്ങനെ അത്ഭുതം കാണാൻ ആഗ്രഹിച്ച ആളാണ്. യഹൂദ പ്രമാണിമാർ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വേണ്ടി യേശുവിനെ പ്രലോഭിപ്പിക്കുന്നുണ്ട്.
അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ തങ്ങൾ വിശ്വസിക്കാമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ അടയാളമല്ല, വിശ്വാസരാഹിത്യത്തിന്റെ അടയാളമാണ്. ഇല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കണം. തോമസ് ലീഗ ശിഷ്യനാണ്, അപ്പോസ്തലനാണ്. അദ്ദേഹം യേശുവിനെ കണ്ടില്ല എന്നതുകൊണ്ട് വിശ്വസിക്കാതിരുന്നപ്പോൾ ഉദ്ധിതനായ കർത്താവ് പറയുന്നുണ്ട്, എന്റെ പാർശ്വത്തിൽ കൈവയ്ക്കുക, എന്റെ വിരലുകളിലും കാലുകളിലും ഒക്കെ ഈ മുറിവുകളിൽ കൈയിട്ട് നോക്കുക, എന്നിട്ട് നീ എന്നെ വിശ്വസിക്കുക. എന്നിട്ട് പിന്നെ പറയുന്നത്, കാണപ്പെടാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കൂടെ ഉണ്ടായിട്ട് ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കഴിയാതെ പോയപ്പോൾ ദൈവം ആരെന്ന് ചോദിക്കുമ്പോൾ ഫിലിപ്പോസ്, ഇത്രയും കാലം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും നിനക്കെന്നെ മനസ്സിലായില്ല എന്നാ ചോദിക്കുക. ഇത്രയും കാലം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിട്ടും. അങ്ങനെ ക്രിസ്തു നമ്മിൽ വസിക്കുകയും ആത്മാവിനാൽ നമ്മെ പൂരിതരാക്കുകയും നമ്മിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് നമുക്കിപ്പോഴിത് മനസ്സിലാവാത്തത് എന്തെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇങ്ങനെ ചില ആളുകൾ പ്രവർത്തിക്കുമ്പോൾ മാത്രം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവുന്നു. പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറയപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അഭിഷേകം എന്നത് എന്താ? അത് പുറമേ നിന്ന് വരുന്നൊരു കുളിരല്ല, ഒരടയാളം കൊണ്ട് സംഭവിക്കുന്നതല്ല. എന്റെയും നിങ്ങളുടെയും അകത്ത് വസിക്കുന്ന ദൈവത്തെ ഞാനും നിങ്ങളും തിരിച്ചറിയുന്നിടത്ത്, ബോധ്യമാകുന്നിടത്ത്, അകമയുള്ളവനെ തിരിച്ചറിയുന്നതിലൂടെ എനിക്കുണ്ടാകുന്ന ആന്തരികമായ ബലമാണ് അഭിഷേകം. പുരോഹിതനെ അഭിഷേകത്തിൽ നിന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. ജീവിതം ത്യജിക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തു അകമയ എന്ന ബോധ്യത്തോടെയാണ്, ഞാൻ അവനിലും അവനിലൂടെയും എന്ന ബോധ്യമാണ്. ആ ബോധ്യം ഉണ്ടാകുന്നത് കൊണ്ടാണ്, ആ ബോധ്യത്തെ പ്രതി ജീവിതം അർപ്പിക്കുന്നത് കൊണ്ടാണ് പുരോഹിതനെ അഭിഷിക്തൻ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധാത്മാഭിഷേകം ജ്ഞാനസ്നാനത്തിലൂടെ ലഭിച്ചിട്ടുണ്ട്, സ്ഥൈര്യലേപനത്തിലൂടെ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉറപ്പിക്കപ്പെട്ട ഞാനും നിങ്ങളും ഇപ്പോഴും അവിശ്വാസം പറയുന്നുവെങ്കിൽ നമുക്ക് ലഭിച്ച അഭിഷേകത്തിൽ നമുക്ക് വിശ്വാസമില്ല, നമ്മിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് വിശ്വാസമില്ല എന്നാണ് അതിനർത്ഥം. വീണ്ടും നാം അടയാളം ചോദിക്കുമ്പോൾ നാം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് നിന്നിൽ വിശ്വാസമില്ല എന്ന കാര്യമാണ്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുക എന്നത് വിശ്വാസ സമൂഹത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഒരുപക്ഷെ വചനം പറയുന്ന നേരത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. അത് തന്നെ പല രീതിയിലാണ്. വചനം കേൾക്കുമ്പോൾ വചനം വിശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി അകത്തുള്ള ആന്തരിക മുറിവുകൾ, നെഗറ്റീവുകൾ മാറിപ്പോകുമ്പോൾ പലവിധ രോഗങ്ങളും അസ്വസ്ഥതകളും മാറിപ്പോകാം. ആന്തരികമായ സൗഖ്യം ലഭിക്കാം. ആന്തരിക സൗഖ്യം ലഭിക്കുന്നതിലൂടെ ശാരീരിക സൗഖ്യം ലഭിക്കാം. ഇനി ഒരാളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് ദൈവം അയാളെ മാറ്റിത്തീർക്കാൻ വേണ്ടി അയാളെ അത്ഭുതകരമായി സ്പർശിക്കാം. അങ്ങനെ അയാൾക്ക് സൗഖ്യാനുഭവം ഉണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതാണ് വിശ്വാസത്തിന്റെ അടയാളമെന്നും ദൈവം പ്രവർത്തിക്കുന്ന ഇടം അവിടമാണെന്നും അവിടെ പ്രവർത്തിക്കുന്ന ഈ വ്യക്തിയിലാണ്, ശുശ്രൂഷകനിലാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്നും തെറ്റിദ്ധരിക്കരുത്. ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, ഇങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു, നന്മയൊക്കെ ചെയ്യുന്നു, ഒത്തിരി പേരുടെ വചനമൊക്കെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവാണ് അവരെയും വിളിച്ചിട്ടുള്ളത്. പക്ഷേ പരിശുദ്ധാത്മാവ് വിളിച്ച് ഈ അഭിഷേകം കൊടുത്ത് പ്രവർത്തിപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് വിളിച്ച് പ്രത്യേക ഒരു അഭിഷേകം കൊടുക്കുകയല്ല, അകമയുള്ള അഭിഷേകത്തെ ജ്വലിപ്പിച്ച് ഈ പ്രവർത്തനത്തിനായി സജ്ജനാക്കി അയക്കുമ്പോൾ ആ വ്യക്തിയായും ജീവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അയാളിലുണ്ട്. അതേസമയം അയാളിലെ വ്യക്തി സ്വരൂപത്തിനുണ്ടാകുന്ന പിഴവുകൾ അയാൾ ആൾദൈവമാക്കി മാറ്റാം, പ്രലോഭിതനാക്കി മാറ്റാം. ഇതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഇല്ലാണ്ടാവണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ദൈവം പ്രവർത്തിക്കുന്നത് ഈ ശുശ്രൂഷകന് വേണ്ടിയല്ല, ദൈവം വിളിച്ചു ചേർത്ത സമൂഹത്തിന് വേണ്ടിയാണ്. ദൈവം സൗഖ്യപ്പെടാനായി ഒരാളെ വിളിക്കുന്നു, വിശ്വാസം വർദ്ധിക്കാനായി വിളിക്കുന്നു, ഒരാളുടെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അയാളെയാണ് ഈ ശുശ്രൂഷകന്റെ മുമ്പിൽ എത്തിക്കുന്നത്. ദൈവം പ്രവർത്തിക്കുന്നത് ശുശ്രൂഷകന് വേണ്ടിയല്ല, ഈ വന്നിട്ടുള്ള ആൾക്ക് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ദൈവികമായ സ്പർശനം അനുഭവിക്കുന്ന വന്നിട്ടുള്ളയാളാണ്. അവിടെ ദൈവം ഈ പറഞ്ഞ ഉപകരണത്തെ പരിഗണിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ സാധാരണ ആലോചിച്ച് നോക്കിയേ, ഒരാൾ നമ്മുടെ വീട്ടിൽ വരുന്ന അയാൾക്ക് നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുക്കും. ഭക്ഷണം വിളമ്പുന്നത് ആ വീട്ടിലെ വീട്ടമ്മയാണ്, അല്ലെങ്കിൽ വീട്ടച്ഛനാണ് വിളമ്പി കൊടുക്കുക. ഒരു കയ്യിൽ ഉപയോഗിച്ചാൽ വിളമ്പി കൊടുക്കണേ. ഈ കയ്യിൽ വിചാരിക്കുകയാണ്, എന്തൊരു കയ്യിലാ ഞാനില്ലാക്കി കാണായിരുന്നു, ഇത് കൊടുക്കാൻ കഴിയുമോ എന്ന് വിചാരിച്ചാലോ? സ്വീകരിക്കുന്നയാളും വിചാരിക്കുകയാണ്, ഓ എന്ത് നല്ല കയ്യില്, ആ കയ്യിൽ കോരി കൊണ്ടായി ഇങ്ങനെ കിട്ടി, അങ്ങനെയാണോ വിചാരിക്കുക? തരുന്നയാളെയും അയാളുടെ മനസ്സിനെയും അയാളുടെ സ്നേഹത്തെയൊക്കെയാണ് ഈ വിളമ്പുന്നതിലൂടെ ഈ സ്വീകരിക്കുന്നയാൾ അനുഭവിക്കുക. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത്, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് ശുശ്രൂഷകളുടെ കഴിവ് കൊണ്ടോ ബലം കൊണ്ടോ അല്ല, വരുന്നവർക്ക് വേണ്ടിയാണ്. ആരാണ് ശുശ്രൂഷിക്കപ്പെടുന്നത് അവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതിന് ദൈവത്തിന് ഒരു സ്ഥലകാല പരിമിതിയില്ല, എവിടെ വെച്ചും സംഭവിക്കാം. അവിടെ ഈ വിളിച്ചിട്ടുള്ളയാളെ
ദൈവം വിളിച്ച് സുഖപ്പെടുത്താനായി കൊണ്ടുവന്നിട്ടുള്ള ആളെ, അയാൾക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അത് ശുശ്രൂഷകന്റെ മാഹാത്മ്യമായി ശുശ്രൂഷ സ്വീകരിക്കുന്നവരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണ് ഫാൻസ് ഉണ്ടാകുന്നത്. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോ, ബ്രദർ പ്രാർത്ഥിച്ചപ്പോ, സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ സൗഖ്യം ഉണ്ടായി, എന്തൊരു സിസ്റ്ററാ, എന്തൊരു അച്ഛനാ, എന്തൊരു ബ്രദറാന്നൊക്കെ നമുക്ക് തോന്നണം. അങ്ങനെയാ. അവർക്ക് ഇതിനകത്ത് റോളില്ല. അവർക്ക് 100 പിഴവുകളുള്ളത്. ആ പിഴവുകൾ അവർക്ക് വിനാശകരമായിട്ടും മാറും. അതുകൊണ്ടാണ് ചില ആളുകൾ ആദ്യമൊക്കെ ശുശ്രൂഷ ചെയ്ത് ഭയങ്കരമായിട്ട് നിന്നിരുന്ന ആളുകൾ പിന്നീട് തങ്ങളുടെ ഈ പ്രയോഗശേഷിയിൽ, കഴിവിൽ ദൈവം പ്രവർത്തിക്കുന്നതിലൂടെ എന്ന ബോധ്യത്തിൽ, ആ ബോധ്യത്തിൽ അവർ ഭയങ്കര പ്രയോഗങ്ങൾ നടത്താൻ തുടങ്ങി. അവരുടെ മുമ്പിൽ വരുന്നവർക്ക് പലർക്കും സൗഖ്യ അനുഭവമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഇവരുടെ കഴിവ് കൊണ്ടല്ല, അല്ലെങ്കിൽ ഇവരങ്ങനെ മഹാന്മാരായി സിദ്ധന്മാരായി മാറ്റിയതുകൊണ്ടല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സഭയിൽ മെത്രാനും പുരോഹിതന്മാരും അനേകരുണ്ടായിരിക്കെ ഈ മെത്രാന്മാർക്കൊന്നും ഇല്ലാത്തൊരു കഴിവ് എങ്ങനെ ഇവർക്ക് വരണേ? മെത്രാനക്കാരും ഭയങ്കരനായി വന്നിട്ടുള്ള ആള്, മെത്രാനൊക്കെ എന്ത് പരിശുദ്ധാത്മാവ്, ഇതല്ലേ പരിശുദ്ധാത്മാവ് നമ്മൾ തെറ്റിദ്ധരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പ്രത്യേകമായി നമ്മിലുള്ള തിരിച്ചറിയുകയാണ് മാമോദീസ വഴി. ആ മാമോദീസയുടെ വ്രതത്തെ കൂടുതൽ ശ്രേഷ്ഠമായി അർപ്പിക്കുന്ന, ആ മാമോദീസയിലൂടെയുള്ള വ്രതവാഗ്ദാനത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അർപ്പിക്കുന്നവനാണ് പുരോഹിതനും സന്യാസിയും. അങ്ങനെ അപ്പോസ്തലിക സ്ഥാനത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയാണ് നമ്മുടെ കടമ. ഈ അപ്പോസ്തലിക സ്ഥാനമാകട്ടെ കേവലം വ്യക്തി എന്ന നിലയ്ക്ക് അവർക്ക് പിഴവുകൾ ഉണ്ടാകാം, വീഴ്ചകൾ ഉണ്ടാകാം. ഈ വ്യക്തിതലത്തിലുള്ള കാര്യങ്ങളല്ല നമ്മൾ മാനിക്കേണ്ടത്. നമ്മൾ മാനിക്കേണ്ടത് പരിശുദ്ധാത്മാവുള്ള പ്രവർത്തനത്തെയാണ്. ഇപ്പോ പുരോഹിതനാണ്, അല്ലെങ്കിൽ മെത്രാനാണ്, അല്ലെങ്കിൽ ശുശ്രൂഷകനാണ്, അയാൾ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അയാളുടെ വ്യക്തിപരമായ വീഴ്ചകളുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. ആ വീഴ്ചകളായിട്ട് തന്നെ കാണണം. പിഴവ് സംഭവിക്കാവുന്ന മനുഷ്യർ തന്നെയാണ് ഇവരെല്ലാവരും. ദൈവം തിരഞ്ഞെടുത്തു വന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവം അതിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പിഴവുകൾ അവരിൽ എപ്പോഴും ഉണ്ടാകാം. അപ്പൊ നമ്മുടെ നന്മയല്ല നമ്മിൽ പ്രവർത്തിക്കുന്നത്, ദൈവത്തിന്റെ നന്മയാണെന്ന് തിരിച്ചറിയണം. അങ്ങനെ ശുശ്രൂഷകരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. വിഗ്രഹാരാധനകൾ ഒഴിവാക്കണം. പലരെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കെതിരെയൊക്കെ പറയണമെന്ന് വന്നുമ്പോൾ ഭയങ്കര വ്യാകുലം ഉണ്ടാവും. 100 പേരുടെ മുമ്പിൽ ഒരാൾക്ക് 100 മുഖമാണ്. എന്നെ കാണുന്നത് നിങ്ങൾ തന്നെ പലതരത്തിലാണ് കാണുക. എന്നോട് നേരിട്ട് അനുഭവമുള്ള ആളുകൾ ഒരുപക്ഷെ ഞാൻ മോശപ്പെട്ട ആളാണെന്ന് പറയാം. അവരുടെ അനുഭവം അതാണ്. നിഷേധിച്ചിട്ട് കാര്യമില്ല. വിധിക്കുന്നവൻ ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് സഭാപ്രബോധനത്തിലാണ് ഊന്നൽ നൽകേണ്ടത്. വിശ്വാസത്തിന്റെ അടയാളങ്ങളായിട്ട് ഈ സാക്ഷ്യങ്ങളെ നമ്മൾ കണ്ടുകൂടാ. അത് തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ്. നിരവധിയായ സാക്ഷ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന സ്ഥലമാണിതെന്നും ഈ വ്യക്തിയെന്നും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ളത് ബിസിനസ്സാണ്, ആത്മീയ കച്ചവടമാണ്. അതുകൊണ്ട് നിന്റെയും എന്റെയും ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കാനും സ്വീകരിക്കാനും അവനെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി വലിയായി മാറാനും എനിക്ക് നിങ്ങൾക്കും അത്രത്തോളം കഴിയുമോ അതിലേക്ക് വെളിച്ചം നൽകാനായി ജീവിതത്തിലെ പല ഘട്ടങ്ങളിൽ ദൈവം നൽകുന്ന പ്രവൃത്തികളെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് ദൈവം നൽകിയ ആത്മാവിൽ നാം അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നത് ഒരു മഹാസംഭവമായിട്ടല്ല കാണേണ്ടത്. അത് വിശ്വാസരഹിതർക്കുള്ള അടയാളമാണ്, വിശ്വാസമില്ലാത്തവർക്കുള്ള അടയാളമാണ്. വിശ്വാസികൾ അടയാളം തേടുന്നത് തങ്ങൾ വിശ്വാസികളല്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ആൾക്കൂട്ടങ്ങളുടെ ഭാഗമായി മാറി ഭിക്ഷാടകരായി ദൈവം അനുഗ്രഹിക്കുന്നത് തേടി നടക്കുന്നത് നിങ്ങൾ തിരിച്ചറിയണം. ദൈവം നിങ്ങളോടുകൂടെ എമ്മാനുവൽ, അവൻ നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം സഭയിൽ അടയാളമായി നമുക്ക് അനുഭവിക്കാവുന്നത് കൂദാശകളിലൂടെയാണ്. അത്ഭുതങ്ങളല്ല ഇന്ന് അടയാളം, കൂദാശകളാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ആ ഓരോ കൂദാശയും നമ്മോട് പറയുന്നത് മുറിച്ചു വിളമ്പാനാണ്, അല്ലാതെ എന്തെങ്കിലും ആർജിച്ചെടുക്കാനല്ല. എന്തെങ്കിലും ആർജിക്കുക എന്നതല്ല വിശ്വാസത്തിന്റെ അടയാളം. വിശ്വാസത്തിന്റെ അടയാളം കൊടുക്കുക എന്നതാണ്. ഫോർഗീവിങ് ആൻഡ് ഫോർഗീവിങ്. ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമോ അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിൽ. ഒപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉന്നയിക്കാം. വിമർശനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ കൂടുതൽ പേരിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ എത്തിക്കണം. കാരണം വ്യാപകമായ രീതിയിൽ വിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ വരുന്നു. വിശ്വാസത്തിന് അപജയമുണ്ടാക്കുന്ന പ്രഘോഷണങ്ങൾ വരുന്നു. മന്ത്രവാദത്തെയും കൂടോത്രത്തെയും പൈശാചികതയൊക്കെ കുറിച്ചുള്ള പ്രഘോഷണങ്ങൾ, അതേപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന നിരവധിയായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള പ്രഘോഷണങ്ങൾ
നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് കാണാൻ പറ്റുന്നു. ഇങ്ങനെയുള്ള വിശ്വാസത്തിന് അപഭ്രംശം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ തിരുത്തുക എന്നതിനുള്ള ബാധ്യത ഓരോ ക്രൈസ്തവനുമുണ്ട്. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ സത്യം ലോകത്തോട് പറയാൻ വിളിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആരെയും എതിർക്കാനോ നിഷേധിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല, നമുക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് വീഡിയോ കീഴിൽ കമന്റ് ചെയ്യാം. ഒപ്പം തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. അതൊരു സുവിശേഷ പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിയുക. നിങ്ങൾ സമ്പത്ത് നൽകണമെന്നോ ഏതെങ്കിലും തരത്തിൽ സഹായിക്കണമെന്നല്ല നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ഭാഗമാകണമെന്നാണ്. ആ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ തുറവിയും വെളിച്ചവും നൽകാനിടയാകട്ടെ. വിശ്വാസത്തിൽ നിങ്ങൾ ഉറപ്പിക്കാൻ കാരണമാകട്ടെ. ദൈവം നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.